മണ്ണിനടിയിൽ നിന്ന് നിലവിളി കേൾക്കുന്നു എന്ന് പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. മണ്ണിനടിയിൽ നിന്ന് നിലവിളി കേൾക്കും. നിങ്ങൾ മലപ്പുറത്ത് പോയി കുഴിക്കുക, തൂവർ കിണർ കുഴിക്കുക, നിലവിളി കേൾക്കും, കരച്ചിൽ കേൾക്കും, വേദന കൊണ്ടുള്ള അലർച്ച കേൾക്കും. അങ്ങനെ പലയിടത്തും മണ്ണിനടിയിൽ നിന്ന് നിലവിളികൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ മണ്ണിനടിയിലുള്ള നിലവിളി കേട്ട് അവിടെ നിലവിളിക്ക് കാരണമെന്തെന്ന് കണ്ടുപിടിക്കാൻ ആരും ചെയ്യുന്നില്ല. പക്ഷേ ഒരാൾ ചെയ്യുന്നുണ്ട്, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ്. അദ്ദേഹം മണ്ണിനടിയിലെ നിലവിളികൾ കേട്ട് ആ നിലവിളികൾ തേടിച്ചെന്ന് അതിൻ്റെ ഉത്തരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സമ്പല്ലിലാണ്. സമ്പല്ലിൽ അറിയാമല്ലോ, ഹരിഹർ മന്ദിർ എന്ന് പറയുന്ന പൗരാണികമായ ക്ഷേത്രം മുഗൾ ഭരണകാലത്ത് തകർത്ത് ഷാഹി ജമാ മസ്ജിദ് ഉണ്ടാക്കി എന്നാണ് തർക്കം. ആ ഷാഹി ജമാ മസ്ജിദ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സംരക്ഷണയിലായിരുന്നു. അവിടെ നിന്ന് ഇസ്ലാമിക തീവ്രവാദികൾ അത് പിടിച്ചെടുത്ത് അതിന് രൂപമാറ്റം വരുത്തി ASIയെ അടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. അവിടെയാണ് സർവേ നടത്തി അത് ക്ഷേത്രമാണോ എന്ന് കണ്ടെത്താൻ ജില്ലാ കോടതി ഉത്തരവിടുകയും ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്ത് ഇപ്പോൾ സുപ്രീം കോടതി സർവേ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർവേ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇസ്ലാമിസ്റ്റുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മതേതര സെക്കുലർ വാദികളും ഇടതുപക്ഷ ആളുകളും പറഞ്ഞു ഇനി ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ സമ്പലിൽ ഭൂമിക്കടിയിൽ നിന്ന് നിലവിളികൾ ഉയർന്നുകൊണ്ടേയിരിക്കുക. 1978 നടന്ന കലാപത്തെ തുടർന്ന്, കലാപമല്ല ഹിന്ദു വേട്ടയെ തുടർന്ന് 186 പേർ കൊല്ലപ്പെടുകയും ഹിന്ദുക്കൾ കൂട്ടത്തോടെ ആ നാട് വിട്ടു പോവുകയും ചെയ്തു. അല്ലേ, നമ്മൾ പലതവണ പറഞ്ഞു. അതിനുശേഷം അവിടെ പലയിടത്തും ഭൂമി കുഴിച്ചു ചെന്നപ്പോൾ ക്ഷേത്രങ്ങൾ, മണ്ണിനടിയിൽ നിന്ന് ക്ഷേത്രം കിട്ടി. അതായത് ക്ഷേത്രങ്ങൾ കുഴിച്ചു മൂടി. ഓടിപ്പോയ ഹിന്ദുക്കളുടെ മുഴുവൻ പ്രോപ്പർട്ടികളും വസ്തുവകകളും ആരും എടുത്തു? അക്രമകാരികളായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ കയറി താമസം തുടങ്ങി. ഇപ്പോൾ ക്ഷേത്രങ്ങൾ മൊത്തം മൂടുകയും, ക്ഷേത്രങ്ങളെല്ലാം മൂടി. ചില ക്ഷേത്രങ്ങളെയൊക്കെ അവർ കെട്ടിടം നിർമ്മിച്ചപ്പോൾ വീടിനകത്താക്കി ചുറ്റും അതുപോലെ അത് അങ്ങനെ ഭസ്മ ശിവ ക്ഷേത്രം കണ്ടുപിടിച്ചു സമയത്ത് അല്ലേ. അത് മാത്രമല്ല, സമ്പലിൽ വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ വലിയ തോതിൽ വൈദ്യുതി മോഷണം കണ്ടെത്തി. ഒരു മോസ്ക്, അവിടെ മോസ്ക് 100ഓളം വീടുകൾക്ക് വൈദ്യുതി കൊടുക്കുക. മോസ്കിനകത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മോസ്ക് പോസ്റ്റ് ചെയ്ത് മോഷ്ടിക്കും, എന്നിട്ട് മോസ്ക് ലൈൻ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിയ രാജ്യചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് സമ്പലിൽ പിന്നീട് കണ്ടെത്തിയത്. പക്ഷേ യോഗി അവിടെ നിർത്തിയില്ല, മണ്ണ് കുഴിച്ചു നോക്കാൻ പറഞ്ഞു. നമ്മൾ കേരളത്തിൽ പട്ടണത്തിലൊക്കെ നടക്കുന്നില്ലേ, മുസ്ലിസിലൊക്കെ നടക്കുന്ന പോലെ സമ്പൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് വ്യാപകമായ ഖനനം നടക്കുകയാണ്. ഖനനം നടക്കുമ്പോൾ ഒരിടത്ത് കുഴിക്കുമ്പോൾ കേൾക്കുന്നത് നിലവിളിയാണ്. ചരിത്രത്തിൻ്റെ നിലവിളി, കാലത്തിൻ്റെ നിലവിളി, കൊല്ലപ്പെട്ട മനുഷ്യരുടെ നിലവിളി. ആ നിലവിളിയെ ഉത്തരം കണ്ടെത്തി കുഴിച്ച് ചെല്ലുമ്പോൾ കണ്ടെത്തുന്നത് എന്തൊക്കെയാണെന്നറിയോ? വലിയ ക്ഷേത്രാവശിഷ്ടങ്ങൾ, വലിയ വീടുകൾ, വലിയ ക്ഷേത്രക്കുളങ്ങൾ. ഇപ്പോൾ നോക്കൂ, നമ്മൾ 19 തീർത്ഥക്കുളങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തി. മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കടകളും വീടും ഉണ്ടാക്കി വെച്ചിരിക്കുക. യോഗി പൊളിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ VS മൂന്നാറിലേക്ക് 3 പൂച്ചകളെ വിട്ടു എന്ന് പറയുന്നില്ലേ, അതുപോലെ യോഗി ആദിത്യനാഥ് 2 പൂച്ചകളെ അല്ല 2 സിംഹക്കുട്ടികളെ വിട്ടിട്ടുണ്ട് സമ്പലിലേക്ക്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് രാജേന്ദർ പെൻസിയ, പോലീസ് സൂപ്രണ്ട് കൃഷ്ണകുമാർ ബിഷ്ണോയ് എന്ന് പേര് കേൾക്കുമ്പോൾ ആൾക്ക് ഒരു ഉൾക്കിടിലം വരും. ഈ 2 പേരും ജില്ലാ മജിസ്ട്രേറ്റായ രാജേന്ദർ പെൻസിയയും SP കൃഷ്ണകുമാർ ബിഷ്ണോയും കൂടി അവിടെ സമ്പലിൽ മണ്ണിനടിയിലെ നിലവിളികൾ തേടി യോഗിക്ക് വേണ്ടി സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ എന്താണെന്നറിയോ, മിനിഞ്ഞാന്ന് കണ്ടെത്തിയ 19 തീർത്ഥക്കുളങ്ങൾ എവിടെ ഉണ്ടാവുക? അമ്പലങ്ങളോട്. കുളങ്ങൾ കണ്ടുപിടിച്ചു ഭൂമിക്കടിയിൽ നിന്ന്. അതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വീട് കെട്ടി താമസിക്കുക. വീടൊക്കെ പൊളിച്ചു കളഞ്ഞു, ഒഴിഞ്ഞോളാൻ പറഞ്ഞു. 24 മണിക്കൂർ നോട്ടീസ് കൊടുത്തു. 24 മണിക്കൂറിനങ്ങ് ഒഴിയണം. അവർ പറഞ്ഞു 24 മണിക്കൂറിന് നോട്ടീസ് കിട്ടി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ ബുൾഡോസർ വന്നു. 24 മണിക്കൂറിന് നോട്ടീസ് കൊടുത്ത് ഞങ്ങൾക്ക് അതിന് പോലും സമയം കിട്ടിയില്ല, പൊളിച്ചു കളയൂ എന്ന് യോഗി പറയുന്നത്. കാരണം മണ്ണിനടിയിലെ ഈ നിലവിളികൾ എൻ്റെ ഉറക്കം കെടുത്തുന്നു. ഈ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്. നിരാലംബരായ നിസ്സഹായരായ ഭരണകൂടത്തിൻ്റെ പിന്തുണയില്ലാത്ത, കാരണം ഭരിച്ചവരാരും ഇപ്പോൾ 78 നടന്ന സംഭവം ഒരുപാട് കാലം മുമ്പൊന്നുമല്ല. കാരണം അവിടെ എന്തുകൊണ്ട് ഇത് പുറത്തു വന്നില്ല എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ മൂടിവെച്ചു. സർക്കാർ, അവിടെ ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ, SP-യുടെ സർക്കാർ, BSPയുടെ സർക്കാർ, അവരൊക്കെ ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇത് പതുക്കി വെച്ചു. ഇപ്പോഴാണ് യോഗി ആദിത്യനാഥ് എന്നുള്ള മുഖ്യമന്ത്രി UP-യിൽ വന്നപ്പോൾ ഈ നിലവിളികൾ കേട്ട് അതിൻ്റെ ഉത്തരം തേടി ഭൂമിക്കടിയിലേക്ക് പോവുകയാണ്. 28 എണ്ണം ഇതുവരെ ആകെ തീർത്ഥക്കുളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് സ്റ്റെപ്പ് വാൾസ് എന്നാണ് പറയുന്നത്. സ്റ്റെപ്പ് വാൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് വെൽസ്, വെല്ലെന്ന് പറയുമ്പോൾ കിണറെന്ന് സങ്കല്പിക്കുക, അങ്ങനെയല്ല.
ഇപ്പോൾ ഈ അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ കിണറെന്ന് പറഞ്ഞാൽ റാണി കി വാവ് എന്ന് പറയുന്ന ഒരു ഇതാണ്. കിണറെന്ന് പറയാം, പക്ഷേ കിണറല്ല, പടിക്കെട്ടൊക്കെ ഇറങ്ങി വലിയ കുളങ്ങൾ പോലെയുള്ള സംഭവമാണ് ഈ പറയുന്നത്. അതെല്ലാം മണ്ണിട്ട് മൂടി അതിൻ്റെ മുകളിൽ സ്ലാബെല്ലാം വെച്ചിട്ടിരിക്കുകയാണ്. അതിൽ കണ്ടെത്തിയ 87 തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭൂമിക്കടിയിലെ 19 മഹാകൂപുകൾ. മഹാകൂപം എന്ന് പറഞ്ഞാൽ മഹാകിണറുകൾ അല്ലേ, മഹാകൂപങ്ങൾ കണ്ടെത്തി. അപ്പോൾ അവിടെ എന്തുമാത്രം സമ്പലിൽ ഒരു കാലത്ത് സമ്പൽ എന്ന് പറയുന്ന ജില്ലയിൽ ഒരു കാലത്ത് എന്തുമാത്രം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇത്രയേറെ ക്ഷേത്രങ്ങൾ വരുമോ? ആ ക്ഷേത്രങ്ങളൊക്കെ എങ്ങനെ മണ്ണിനിടയായിപ്പോയി? ഒരു ജനതയെ വലിയ ആക്രമണം നടത്തി കൂട്ടക്കൊല ചെയ്ത് ഒരു പ്രദേശത്ത് നിന്ന് 186 പേരെ ഒറ്റ രാത്രി കൊന്നു തള്ളിയാൽ ബാക്കിയുള്ളവരവിടെ നിൽക്കുമോ? പ്രാണൻ കൊണ്ട് ഓടിപ്പോയി. അവരിൽ ചില ആളുകൾ തിരിച്ചു വന്നിട്ട്, ചെറുമക്കൾ തിരിച്ചു വന്നിട്ട് എൻ്റെ അപ്പൂപ്പൻ്റെ സ്ഥലമൊന്ന് കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ അടിച്ചോടിച്ചു. അവിടെയാണ് യോഗി ഇടപെട്ട് എന്ത് ചെയ്യുന്നത്, അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് കുറേ പ്രോപ്പർട്ടികൾ തിരിച്ചു പിടിച്ചു. ഏതാണ്ട് 10,000 സ്ക്വയർ മീറ്റർ പ്രദേശം കഴിഞ്ഞ ദിവസം തിരിച്ചു പിടിച്ച് അതിൻ്റെ ഉടമസ്ഥർക്ക് കൊടുത്തു. ബാക്കി സർവേ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ സമ്പൽ പള്ളിയിൽ ഷാഖി ജമാ മസ്ജിദിൽ സർവേ നടത്താനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ പള്ളി ഇരിക്കുന്ന പ്രദേശം മുഴുവൻ സർവേ നടത്താമല്ലോ, അതിന് വിലക്കില്ലല്ലോ. ഏത് സുപ്രീം കോടതിക്ക് വെക്കാൻ പറ്റും? സർക്കാർ തീരുമാനിക്കുകയാണ് സമ്പൽ പ്രദേശത്ത് ആർക്കിയോളജിക്കൽ വാല്യൂസ് ഉള്ള മൂല്യമുള്ള കുറേ സംഗതികൾ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ സമ്പൽ പ്രദേശത്ത് സർവേ നടത്താൻ പോകുന്നു എന്ന് സർക്കാർക്ക് തീരുമാനിച്ച് സർവേ നടത്തിയാൽ സുപ്രീം കോടതിയുടെ സ്റ്റേ ബാധിക്കുമോ? ഇല്ല. പൗരാണികമായ സ്ഥലങ്ങൾ, പൗരാണിക മൂല്യമുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു മസ്ജിദ് ഇരിക്കുന്നു, അതിൻ്റെ ചുറ്റും സർവേ നടത്തുമ്പോൾ കിട്ടുന്ന മുഴുവൻ അമ്പലവും ഹിന്ദുക്കളുടെ നിർമ്മിതികളും ക്ഷേത്രക്കുളങ്ങളും തീർത്ഥക്കുളങ്ങളുമാണ്. അപ്പോൾ പിന്നെ ആ പള്ളി സർവേ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ലക്ഷണം എന്താണ്? ഇരിക്കുന്ന മസ്ജിദിൻ്റെ ഷാഹി ജമാ മസ്ജിദിൻ്റെ ചുറ്റും സർവേ നടത്തുമ്പോൾ കിട്ടുന്നത് മുഴുവൻ ഹിന്ദു അടയാളങ്ങളാണെങ്കിൽ, ക്ഷേത്രത്തിൻ്റെ അടയാളങ്ങളാണെങ്കിൽ ഈ മസ്ജിദ് എന്താണ്? ക്ഷേത്രമായിരുന്നു ഒരു കാലത്ത്. സുപ്രീം കോടതിക്ക് അതേ സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരു കാലത്ത് ക്ഷേത്രമാണെന്നുള്ള തെളിവ് ഭൂമിക്കടിയിൽ നിന്ന് പൊന്തി വന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. അപ്പോൾ ഹിന്ദുക്കളുടെ സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലൊക്കെ അവിടെ ഇങ്ങനെ ഒതുങ്ങി കിടക്കുകയായിരുന്നു. ഞാൻ സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് നിലവിളികളാണ്, ഹിന്ദുക്കളുടെ നിലവിളികളാണ് മണ്ണിനടിയിൽ. ഒരു പ്രദേശത്ത് ഭൂരിപക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു മതസ്ഥരോട് കാണിക്കുന്നത് എന്താണെന്ന് എൻ്റെ ക്ലാസിക് ഉദാഹരണമല്ലേ. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കൂ, ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള എത്രയോ സ്ഥലമുണ്ട്. അല്ലേ? അവിടെ ഏതെങ്കിലും ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിമിനെയോ ആരെങ്കിലും കേരളത്തിലോ എവിടെയെങ്കിലും ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നൂഹിൽ പറഞ്ഞു അല്ലേ, പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ മാതാപിതാക്കളെ ധരിക്കുന്നു. നൂഹ് ജില്ല കുപ്രസിദ്ധമായ ജില്ലയാണ്. അവിടെ പോലീസിന് പോലും ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയാണിപ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ സ്ഥിരം യൂണിറ്റ് അമിത്ഷാ പ്രത്യേക താല്പര്യം എടുത്ത് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ മണ്ണിനടിയിലെ നിലവിളികൾ പുറത്തു കൊണ്ടുവരണം. ആ ശബ്ദം രാജ്യം കേൾക്കണം, ലോകം കേൾക്കണം. കാരണം ഇന്ത്യയിൽ വേട്ടയാടപ്പെടുന്ന ആരാണ്? ഭൂരിപക്ഷം. ലോകത്തെല്ലാം നമ്മൾ കേട്ടിരിക്കുന്ന ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നു എന്നാണ്. ഇന്ത്യയിൽ പക്ഷേ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ വേട്ടയാടപ്പെടുന്നു എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമായിട്ട് സമ്പൽ മാറുകയാണ്. നമ്മൾ ഈ പറയുന്നത്, ഈ പറയുമ്പോഴത്തേക്കോട്ടെ നിങ്ങൾ വർഗീയത പറയും, ഇത് സത്യമല്ലേ? നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും കാര്യം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന നമ്മൾ വർഗീയത രാവിലെ വന്നിരുന്നു വിളമ്പുന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സമ്പലിൽ ഇത് കണ്ടെത്തിയിട്ടില്ലേ? സമ്പലിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയെയും SP കൃഷ്ണകുമാർ ബിഷ്ണോയും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ ഫലമായി ഓരോ ദിവസവും ഭൂമിക്കടിയിൽ നിന്ന് മണ്ണിൽ മൂടിക്കളഞ്ഞ ഹിന്ദു അടയാളങ്ങൾ, ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഇന്നലെ വരെ കണ്ടതും കേട്ടതും അല്ല സമ്പലിൽ നിന്ന് പുറത്തു വരുന്നത്. സമ്പലിൽ ഈ പറഞ്ഞ പോലെ സമ്പൽ ഒരു പണ്ടോറയുടെ പെട്ടിയാണ് തുറന്നിരിക്കുന്നത്. കാരണം ഇവരാലോചിച്ചു, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള പള്ളി ഞങ്ങൾ കയ്യേറി ഞങ്ങളുടെ സ്വന്തമാക്കി, എന്നിട്ട് അതിനകത്തൊക്കെ മറച്ചു, പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടും പെയിൻ്റ് അടിച്ചും ഒക്കെ മറച്ചു, അവിടെയുള്ള അതൊക്കെ കോൺക്രീറ്റ് കൊണ്ടൊക്കെ മാറ്റി മറച്ചു. എന്നിട്ട് അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേക്ക് വരുമ്പോഴത്തേക്ക് കുറേ ആളുകളെ അണിനിരത്തി ഒരു കലാപം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇവന്മാർ തമ്മി വെടിവെച്ചു. അങ്ങ് കൂടാൻ വന്നവന്മാർ പരസ്പരം വെടിവെപ്പ് നടത്തി 5 പേര് കൊല്ലപ്പെട്ടു. അങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാക്കി കോടതിയിൽ ഒരു സ്റ്റേയും മേടിച്ചു കഴിഞ്ഞാൽ കഥ കഴിയുന്നു ഓർക്കും. പക്ഷേ അതിനപ്പുറത്ത് ബുദ്ധിയുള്ള ആളുകളാണ് നാട് ഭരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ കോടതിക്ക് എന്ത് പറയാൻ പറ്റും?
എന്ത് പറയാൻ പറ്റും? അതിന് ചുറ്റും ഇരിക്കുന്നത്, ചുറ്റും മണ്ണിനടിയിൽ നിന്ന് പൊന്തി വന്നിരിക്കുന്ന ഇതാണ്. അപ്പോൾ എത്ര വലിയ ഒരു വിനാശകരമായ ഡിസ്ട്രക്ഷനാണ് അവിടെ നടത്തിയത്. എങ്ങനെയാണ് ഇത് ഒരു 100-150 വർഷം കൊണ്ട് ഇത്ര വലിയ ക്ഷേത്രങ്ങൾ, ഇത്ര വലിയ തീർത്ഥക്കുളങ്ങൾ, മഹാകുംഭങ്ങളൊക്കെ മണ്ണിനടിയിലായി പോയത്? അപ്പോൾ ഒരു കൂട്ടർ ശ്രമിച്ചാൽ ഒരു സംസ്കാരത്തെ മുഴുവൻ കുഴിച്ചിടാം എന്ന് കാണിക്കുക. കുഴിച്ചിടാം, പക്ഷേ ഇത് ജീവനുള്ള സംസ്കാരമാണ്, സനാതനമാണ്, മരിക്കില്ല. മണ്ണിനടിയിൽ പോയാലും തിരിച്ചു വരും, കടലാണ്, തിരിച്ചു വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.